ഗുഡ് മോർണിംഗ് ഓൾ. PTS അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SSLC എക്സാമിലെ PYQs ആണ് നോക്കുന്നത്. അതും ഹിന്ദിയുടെ PYQs ആണ് നോക്കുന്നത്. നമ്മൾ മാർച്ച് 2023 നോക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എടുക്കാം. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് ടാക്കൂർ കാ കുവിൽ നിന്നാണ്. പട്കഥയാണ് ഇതിനകത്ത് 4 മാർക്കായിട്ട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പോസ് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യാൻ അറ്റൻഡ് ചെയ്ത് നോക്കുക. ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. നമ്മളത് വീഡിയോ ആൻസർ ചെയ്യുന്ന വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തത് കലാം എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അടുത്തത് കലാം എന്ന ചാപ്റ്ററിൽ തന്നെ 4 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ബാത്ചീത്ത് അല്ലെങ്കിൽ ഓർ റപ്പടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സബ്സെ ബഡെ ഷോമാനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അതുപോലെ സഹി മിലാൻ കരോതാണ് 4 മാർക്കിന് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ബിർബഹൂട്ടി എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പോസ് ചെയ്യുക, ആൻസർ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ആ ചാപ്റ്ററിൽ നിന്നാണ് വാക്യ പിരമിഡ് പൂർത്തീകരോ എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതുപോലെ അടുത്തത് ദിശാഹീൻ ദിശ എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അതിനകത്ത് 4 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ഡയറി അല്ലെങ്കിൽ കത്താണ്. അടുത്തത് ബച്ചെ കാം പർ ജാ രഹി ഹെ എന്ന ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിനകത്ത് ആസ് യൂഷ്വൽ അതിൻ്റെ ടിപ്പണി എഴുതാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഗുഡലി തോ പരായി ഹെ എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ പോസ്റ്റർ അല്ലെങ്കിൽ ടിപ്പണിയാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ടിപ്പണി എന്ന് പറയുന്നത് നമുക്കറിയാം കോമൺ ആയിട്ടുള്ളൊരു ടിപ്പണിയാണ്. നമ്മുടെ അസമാനത സമാജ് കാ അഭിശാപ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ടിപ്പണി എഴുതാനുള്ളത്. അപ്പം ഇതുവരെയാണ് നമുക്ക് 2023 തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ എല്ലാവരും ഇത് ഒരിക്കൽ കൂടി ഇതിലൂടെ കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ ടൈമും കൂടെ സെറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. അല്ല എല്ലാ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ കീ അല്ലെങ്കിൽ ആൻസറുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യപ്പെടാം. അങ്ങനെയാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സ്റ്റേ ഹെൽത്തി ആൻഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. വീഡിയോ പറ്റുന്നത്ര നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും വെരി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.